15 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ ഒരു കണ്ടംപററി ഒരു മിക്സഡ് ടൈപ്പാണ് കേട്ടോ. കണ്ടംപററി ആൻഡ് മിക്സഡ് ടൈപ്പ് തീർത്ത ലക്ഷറി ഇന്റീരിയറും അതുപോലെ എക്സ്റ്റീരിയറോടും കൂടിയ ഒരു സൂപ്പർ വീടാണ്. അപ്പോൾ നമുക്ക് ഈ വീട് പണിത ഇതിൻ്റെ ആർക്കിടെക്ട്സിനും ആ ടീമിനെയും ഒക്കെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് വീടൊന്ന് നേരിട്ട് കാണാം. എങ്ങനെയുണ്ട് ഗേറ്റ്? സൂപ്പറായിട്ടില്ലേ? അതേപോലെ തന്നെ മനോഹരമാണ് ഇവരുടെ കോമ്പൗണ്ട് വാൾ കേട്ടോ. കോമ്പൗണ്ട് വാൾ ഡിസൈൻ വരെ വീടിനോട് മാച്ചായ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഏരിയയിൽ ഇനി ഒരു ഗ്ലാസിൻ്റെ വർക്കാണ് ബാലൻസ് ഉള്ളത്. അതൊരു കൂളിംഗ് ഗ്ലാസ് ആണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ഇത്രയും വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൽ തന്നെ ഫ്ലോറിങ് ഇറ്റാലിയൻ മാർബിളാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് ചെയറും, പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഷൂ ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിറ്റിംഗ് ഏരിയയും ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുത്തത് ആർക്യൂസ് ആർക്കിടെക്ചേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ് കേട്ടോ. ഇവരുടെ ഓഫീസ് വരുന്നത് കോഴിക്കോട് പന്തീരങ്കാവിലാണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ തരാം. അതിനു മുമ്പ് നമുക്ക് ഈ വീടൊന്ന് കാണാം. വാ, വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വലിയ ഡോർ ഒന്ന് കണ്ടത് ഫുള്ള് തേക്കിൽ തീർത്ത ഡോറാണ്. അതും ഒരു 60-40 എന്നുള്ള ലെവലിലാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത്. ശാക്കറ ഉള്ളിൽ കയറിയപ്പോൾ പുറത്ത് കണ്ടതിനെക്കാട്ട് കിടലായിട്ടുണ്ട് അല്ലേ? സൂപ്പർ കേർട്ടൺ വർക്കും അതുപോലെ സോഫയൊക്കെ കണ്ടില്ലേ? ശരിക്കും ഒരു ലക്ഷറി, ഒരു കൊട്ടാരത്തിൽ പോയ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഈ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു. പിന്നെ ഇറ്റാലിയൻ മാർബിളും കൂടി ഫ്ലോറിൽ വന്നപ്പോൾ സംഭവം മൊത്തം കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്റീരിയറിന് യൂസ് ചെയ്ത മെറ്റീരിയൽ കണ്ടില്ലേ? ഇതെല്ലാം നമ്മുടെ ഇറ്റാലിയൻ ഫിനിഷിൽ വരുന്ന ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ക്ലാഡിങ്സും കൊടുത്തിട്ട് വീടൊരു വേറെ ലെവൽ ഫീലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല ലൂവേഴ്സും ഇറ്റാലിയൻ ലാമിനേറ്റ്സും ഒരു ഗോൾഡൻ ലൈൻസ് ഒക്കെ കൊടുത്ത് ലക്ഷറി ഫീലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ മുകളിൽ വരുന്ന ലൈറ്റ്സും അതിൻ്റെ മുകളിൽ വരുന്ന വർക്കുണ്ട്. ചക്കര ഇതൊക്കെ പുതിയൊരു ഡിസൈനാണ്. ഒരു ഡയമണ്ട് കട്ട് ഗ്ലാസ് വർക്കൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയൻ്റെ ഒക്കെ ഒരു വലുപ്പം കണ്ടില്ലേ? ഒരു 8 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റിയ ഡൈനിങ് ഏരിയയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഡൈനിങ് ടേബിൾ നോക്ക്, നമ്മുടെ സ്റ്റെപ്പിൻ്റെ സെയിം ഇറ്റാലിയൻ മാർബിളാണ് ഡൈനിങ് ടേബിളിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അൾട്രാ ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ് വീട് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷ് ബേസിൻ ഏരിയ ഉണ്ടല്ലേ, ഒരു ഡെഡിക്കേറ്റഡ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം എന്താ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഓണാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തത്. താഴെ 2 ബെഡ്റൂമും കിച്ചൺ വർക്ക് ഏരിയ കാര്യങ്ങളെല്ലാം ഈ വീട് വരുന്നുണ്ട്. അതുപോലെ സ്റ്റെപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, സെൻസർ ലൈറ്റ് വരുന്ന സ്റ്റെപ്പാണ് കേട്ടോ. കണ്ടില്ലേ? അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഓരോരോ സ്റ്റെപ്പുകളും ഇങ്ങനെ ലൈറ്റപ്പ് ആവുന്നത് വേറൊരു ലെവലാണ്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ മൊത്തത്തിൽ ഈ വീട് വരുന്നത് കാണാൻ. പിന്നെ നമുക്കിതാ ഈ സ്റ്റെയർ കേസ് ഏരിയയിൽ തന്നെ നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കോർണർ വിൻഡോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമൊക്കെ കണ്ടില്ലേ? ലക്ഷറി എന്ന് പറഞ്ഞാൽ അൾട്രാ ലക്ഷറിയാണ് കേട്ടോ. നമ്മൾ പുറത്തെവിടെയോ പോയ പോലെയാണ് ഇവിടെ ഇവർ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തത്. അതേപോലെ ഇന്റീരിയർ പാർട്ടൊക്കെ വേറെ റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ടെന്ന് ഈ ഒരു ബെഡ്റൂം കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടല്ലേ? നമ്മുടെ ബെഡിൻ്റെ ഹെഡപ്പ് ഏരിയയും കുഷ്യൻ ഏരിയയും പിന്നെ നമ്മുടെ ഗോൾഡൻ സ്ട്രിപ്പും എല്ലാം ഒരു മിറർ ഗ്ലാസും കൊടുത്തിട്ട്, പിന്നെ അതൊരു കേട്ടൺ തന്നെ കണ്ടല്ലേ? നല്ല ലോങ് കേട്ടൺ, ഷെയർ ഫിനിഷിൽ കൊടുത്ത കേട്ടൺ, മാറ്റ്, പിന്നെ ബാത്റൂം ഏരിയ. ഈ ഒരു ഏരിയയിലാണ് അതും സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബ്സിൻ്റെ ഡോസ് എല്ലാം സ്ലൈഡിങ് ആക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് ഒതുക്കി ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. പുറത്തൊക്കെ പോയാൽ കാണുന്ന ആ ഫീലിലാണ് ബാത്റൂം വരെ ഒരു സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ വീടിൻ്റെ സെക്കൻഡ് റൂമിലാണ് കേട്ടോ. ഇതൊരു കിഡ്സ് ബെഡ്റൂമാണ്. അതിൽ തന്നെ ഗേൾ തീമിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പെൺകുട്ടീൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ മോളുടെ റൂമാണ് ഇട്ടത്. അടിപൊളി പിങ്ക് തീമിലാണ് ഇവരിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു വാൾപേപ്പറും അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ ഉണ്ടോ ചക്കര? സ്റ്റഡി ടേബിൾ വരെ ഒരു പിങ്ക് ടച്ച് കൊടുത്ത്, താഴെയുള്ള ഫ്ലോർ മാറ്റിൻ്റെ ഒരു പിങ്ക് ടച്ച് കൊടുത്ത്, നമ്മുടെ ബെഡിൻ്റെ കവറിന് അല്ലെങ്കിൽ പുതപ്പിന് വരെ ആ പിങ്ക് ടച്ച് കൊടുത്ത്, ഇവിടെയൊക്കെ ഒരു ചെറിയൊരു പെർപ്പിളും അതേപോലെ ഹോം ഡെക്കർ ഐറ്റംസ് എല്ലാം ഗോൾഡനും കൊടുത്തിട്ട് ഫാന് വരെ പിങ്ക് ടച്ച് കൊടുത്ത് അടിപൊളി ഒരു
സൂപ്പർ ഒരു കിഡ്സ് ബെഡ്റൂം ആണ് കേട്ടത്. ഞാനിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിലാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഏരിയ കൺസീൽഡ് ആക്കി വെച്ചിരിക്കുന്ന വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ സ്ലൈഡിങ് ഡോർസ് ആണ്. ഇവിടെ ഒരു വിൻഡോസ് ഉണ്ട്. ഇവിടെ നമുക്ക് നല്ല വെളിച്ചവും അതേപോലെ എന്തെങ്കിലും വായിക്കാനൊക്കെ പറ്റും. പിന്നെ ബെഡ്റൂമിൻ്റെ ഒരു കളർ തീം നോക്കിക്കോളൂ. ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ തീമിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള വാൾപേപ്പേഴ്സും പിന്നെ നല്ല പ്രൊഫൈൽ ലൈറ്റിങ്സ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ച അടുത്തൊരു ബെഡ്റൂമാണ് ഇട്ടത്. അപ്പോൾ അത്രയും ഭംഗിയായിട്ടാണ് നമ്മുടെ ടീം ആർക്കിസ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ എക്സ്റ്റീരിയറും എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയയിലാണ് കേട്ടോ. ഇവിടെ തന്നെ കണ്ടില്ല ഒരു ഗ്രീൻ സോഫ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. അതുപോലെ തന്നെ മേലത്തെ LED ലൈറ്റിൻ്റെ മുകളിലാണ് ഫാന് ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഫാന് നമുക്ക് കാണുന്നില്ല, ഒരു ലൈറ്റിൻ്റെ ഭംഗി ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. ഇവിടെ തന്നെ നല്ല പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ലോങ് കേർട്ടനൊക്കെ കൊടുത്തോണ്ട് തന്നെ സൂപ്പർ ഒരു കാമൻ അങ്ങനെ ഒരു ലക്ഷറി ഫീലാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാർഡ്രോബ്സിൻ്റെ ഏരിയ ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തോണ്ട് തന്നെ വീടിൻ്റെ സ്പേസും കാര്യങ്ങളും ഒട്ടും ചോരാതെ നല്ല ഭംഗി തന്നെ ഡിസൈൻ ചെയ്തൊരു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടീം ആർക്യൂസ്. ശങ്കര, അപ്പോൾ ലഞ്ച് കഴിച്ചാലോ? ഡൈനിങ് നിന്ന് ലഞ്ച് കഴിക്കാനുള്ള സ്ഥലം വേറെ ഉണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ഒരു പ്ലേസ് വേറെ കിട്ടോ. കണ്ടല്ലേ, കിച്ചൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായ ഒരു കളർ കോമ്പിനേഷനിൽ അക്രിലിക് ഫിനിഷിൽ തീർത്ത ഒരു അടിപൊളി മാസ്റ്റർ കിച്ചണാണ് ഇട്ടത്. ഇതിൻ്റെ പുറകിൽ തന്നെ വർക്ക് ഏരിയ ആയിട്ട് വേറെയും വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മുടെ ടീം ആർക്കിസ് ഇവിടെ ഈ ഇൻറ്റീരിയറും അതുപോലെ കിച്ചൻ്റെ വർക്ക് മൊത്തം ചെയ്തു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ മനോഹരമായ ഈ വീടിൻ്റെ ഓണറായ നൗഫൽ ഖാൻ്റെ കൂടെയാണ് കേട്ടോ. നൗഫൽ ഖാൻ്റെ ഇടതും വലതും ഇരിക്കുന്നത് നമ്മുടെ ടീം ആർക്കിസിൻ്റെ എഞ്ചിനീയറും അതുപോലെ തന്നെ ആർക്കിടെക്റ്റുമാണ്. അപ്പോൾ ഇവരോട് നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചറിയാം. ഹലോ ഇക്ക, ഇക്ക എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ദുബായിൽ എന്തായിട്ടാണ്? ദുബായിൽ ഫർണിച്ചർ ഫീൽഡാണ്. ഫർണിച്ചർ ഫീൽഡാണ് അല്ലേ? അപ്പോൾ എത്ര കാലം മുമ്പാണ് നമ്മളെ ടീം ആർക്കിസിനെ ഈ ഒരു വീടിന്റെ പണി ഏൽപ്പിച്ചത്? വീട് എടുക്കാന്നുള്ളത് വലിയ പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അപ്പം ഇതിൻ്റെതായിട്ട് ഒരുപാട് ചോയ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഡീറ്റെയിൽസ് ഞാൻ തപ്പിപ്പിടിച്ച് കിട്ടിയപ്പം ആഷിഖിനെയാണ് എൻ്റെ അമ്മാവൻ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആഷിഖുമായി ഒരു വർഷം പോലായി ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഡിലേ വന്നത്. ഓരോ റൂമിൻ്റെയും ഓരോ ഡിസൈനുകളും ഞാൻ ആഷിഖായിട്ട് എന്നും ഡിസ്കസ് ചെയ്യും. എങ്ങനെ വേണ്ടത്, ഏത് കളറാണ് വേണ്ടത്, ഏത് കോമ്പിനേഷനിലേക്ക് പോകേണ്ടതെന്നും എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതും അതിനനുസരിച്ച് ആഷിഖ് നമുക്ക് ചെയ്തു തരാറുണ്ട്. അതുപോലെ ചെയ്തിട്ടുണ്ടോ? അതുപോലെ ചെയ്തു തന്നിട്ടുണ്ട്. ഓരോ കളറുകളും കാര്യങ്ങളും എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും. പിന്നെ വേറെ എന്തൊക്കെ ആണ് നിങ്ങൾ ഫേസ് ചെയ്തത് കൺസ്ട്രക്ഷൻ ടൈമിൽ? എത്ര സെന്റ് സ്ഥലമാണ്, ഇത് എങ്ങനെയാണ് അതിനെ പറ്റിയൊക്കെ? ഇത് 15 സെന്റ് സ്ഥലമാണുള്ളത്. ഇതിൽ നമുക്ക് ഇവിടെ വർക്ക് തുടങ്ങാൻ വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലോട്ട് ഓൾറെഡി ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2600 സ്ക്വയർ ഫീറ്റ് ആണ്. 2600 സ്ക്വയർ ഫീറ്റ് ആണ്. അതിൽ 4 ബെഡ്റൂം. അപ്പോൾ നമുക്ക് ഈ വീട് നിങ്ങൾക്ക് പറഞ്ഞ സമയം കൊണ്ടും അതേപോലെ പറഞ്ഞ ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. അങ്ങനത്തെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കറക്റ്റ് സമയത്ത് തീർത്തു തന്നു. കറക്റ്റ് സമയത്ത് തന്നെ തീർത്തു തന്നു. ബഡ്ജറ്റിന്റെ വിഷയമൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വർക്കുകൾ നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് വെച്ചാൽ അതിന്റെ കറക്റ്റ് ടൈമിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിശ്വസ്തയോടെ ഇനി ഒരു വീട് തീർച്ചയായിട്ടും അവരെ വിശ്വസ്തരെ ഞങ്ങൾക്ക് ആർക്കിസ് കമ്പനിനെ കോൺടാക്ട് ചെയ്യാം. അവർ തന്നൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ വീട് ഫലത്തിലാക്കാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ടീം ആർക്കിസിനെ പറ്റി നൗഫൽക്ക് പറയാനുള്ളത്. ഇത്രയും ലക്ഷറി ആയിട്ട് ഈ വീട് ബിൽഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ടീം ആർക്യൂസ് ആണ് കേട്ടോ. അപ്പം അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്രയും മനോഹരമായ ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ സിസൽ along with ഷാക്കിർ സൈനിങ് ഓഫ്.